ഹലോ ഫ്രണ്ട്സ്, ഗേറ്റ് 2025 ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിനേഷൻ സിറ്റീസ് ഏതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ കേരളത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിനേഷൻ സിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, സോ ടോട്ടലി 2 സോണാണ് വരുന്നത്. അതായത് 8 സോണിൽ 2 സോണിന്റെ അണ്ടറിലാണ് കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസ് വരുന്നത്. സോ IISc ബംഗളൂരു എന്ന് പറയുന്ന സോൺ 1ന്റെ അണ്ടറിൽ കേരളത്തിൽ എക്സാമിനേഷൻ സിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IIT മദ്രാസ് സോൺ 7 IIT മദ്രാസിന്റെ അണ്ടറിലും കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസ് വരുന്നുണ്ട്. സോ ഏതൊക്കെ എക്സാമിനേഷൻ സിറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോൺ 1 ആണ്, IISc ബംഗളൂരു. സോ അതിൽ കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റീസ് എന്ന് പറയുന്നത് അങ്കമാലി, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, തൃശൂർ, വടകര, വയനാട്. കൂടുതലും ആ ഒരു മലബാർ ഏരിയ ആണ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ സിറ്റീസ് സോൺ 1ന്റെ അണ്ടറിൽ, IISc ബാംഗ്ലൂരിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് വരുന്ന വേറൊരു സോൺ എന്ന് പറയുന്നത് സോൺ 7 IIT മദ്രാസ് ആണ്. സോ IIT മദ്രാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസ് എന്ന് പറയുന്നത് ആലപ്പുഴ, ആലുവ, ആറ്റിങ്ങൽ, ചെങ്ങന്നൂര്, കാഞ്ഞിരപ്പള്ളി, കൊല്ലം, കോതമംഗലം, കോട്ടയം, മൂവാറ്റുപുഴ, തിരുവനന്തപുരം. ഓക്കെ, സോ ഇത്രയും സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൺ 7 IIT മദ്രാസിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അറ്റ് എ ടൈം നിങ്ങൾക്ക് 3 എക്സാമിനേഷൻ സിറ്റീസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കുള്ള പ്രിഫറബിൾ സിറ്റീസ് ഏതാണെന്നുള്ളത് ഇതൊന്ന് സെലക്ട് ചെയ്ത് ആ സോണിന്റെ അണ്ടറിൽ നിങ്ങൾ എക്സാമിനേഷൻ സിറ്റീസ് സെലക്ട് ചെയ്യുക. ഇനി ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റി വേണം സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് കേരളത്തിൽ വന്നിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു സിറ്റീസ് വേണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതാൻ. ഓക്കെ, സോ ഇത്രയാണ് കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.